വീണ്ടും അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിപ്പാൻ ആരംഭിക്കട്ടെ. യഹോവ നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമത്തെ സ്തുതിക്കും. ആ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് പകൽക്കാലം നാം തയ്യാറാകട്ടെ. നമ്മുടെ ഹൃദയങ്ങളെ അതിനായി ഒരുക്കാം, നമ്മുടെ മനസ്സിനെ അതിനായി ഒരുക്കാം. കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം. ഞെരുക്കത്തിലിരുന്നപ്പോൾ നമുക്ക് വിശാലത വരുത്തിയ കർത്താവിനെ ഇന്ന് പകൽക്കാലം നന്ദിയോടെ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മുടെ അധരങ്ങൾ കർത്താവിനെ പകരട്ടെ, ഹൃദയം ദിവസങ്ങളിൽ പകരട്ടെ. സ്തോത്രയാഗമായി കർത്താവിനെ സ്തുതിക്കാം. ഒരു ഗാനം പാടുന്നു, എന്നേശു അല്ലാതെ ആശ്രയിപ്പാൻ മറ്റൊരാശ്രയമല്ല ഈ ഭൂവിൽ. ഈ പാരിലും പരത്തിലും നിസ്തുലനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവനെ ചേർന്ന് പാടി ആരാധിക്കാം. എന്നേശു അല്ലാതെനിക്കൊരാശ്രയം ഭൂവിൽ നിന്നാർവിലല്ലാതില്ലെനിക്കു വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തുല്യൻ പ്രിയൻ രക്ഷകൻ ദൈവമേ, നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതും. എൻ രക്ഷക എൻ ദൈവമേ, നീ അല്ലാതില്ലാരും എന്നേശു മാത്രം മതിയെനിക്കേതും. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ഛായവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഹിയാ. ഈ ലോകസജീവരെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകൻ ദൈവമേ, നീ
ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവിന്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല. എന്നെ സഹായത്താൽ തന്റെ മഹിമയുടെ മേഘാരുടനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയുടെ മേഘാരുടനായി വരും.
പത്മോസിന്റെ വീടും ആത്മാവിലെന്നെ നിറയ്ക്കുന്നവൻ. കാരാഗ്രഹത്തിലും പത്മോസിന്റെ വീടും ആത്മാവിലെന്നെ നിറയ്ക്കുന്നവൻ. ബലഹീനനായി തീർന്നാലും പുതുബലം എന്നിൽ പകരും. ബലഹീനനായി തീർന്നാലും പുതുബലം എന്നിൽ പകരും. അവനാൽ അവനാകിൽ അന്ന് യേശുവിന്റെ ദൈവത്തെ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ വേറൊരു ദൈവമില്ല. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. സന്തോഷത്തോടെ സ്തുതി പാടുവിൻ. സംഗീതത്തോടെ വന്നു കൂടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. യഹോവ നമ്മെ ദൈവമെന്നായിരുന്നു. അവൻ നമ്മെ വിളിക്കുമല്ലോ. യഹോവ നമ്മെ ദൈവമെന്നായിരുന്നു. അവൻ നമ്മെ വിളിക്കുമല്ലോ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നമുക്കുള്ളവൻ, നാം അവനുള്ളവർ. അവനെ വാഴ്ത്തിയിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനായവൻ. അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനായവൻ. അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾക്കായി അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾക്കായി അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, സ്തുതിയെന്നുമുള്ളത്. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. ഭൂവാസികളെ യഹോവയ്ക്കായി പാടുവിൻ. യഹോവ തന്നെ വിശ്വസ്തനായവൻ. അവൻ നമ്മെ വിടുവിച്ചല്ലോ. യഹോവ തന്നെ വിശ്വസ്തനായവൻ. അവൻ നമ്മെ വിടുവിച്ചല്ലോ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾക്കായി അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ല ഇടയൻ, തന്റെ ആടുകൾക്കായി അവനെ സ്തുതിച്ചിടുവിൻ. അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്.
സ്തുതി പാടുവൻ സംഗീതത്തോടെ വന്നു കൂടുവൻ സന്തോഷത്തോടെ സ്തുതി പാടുവൻ സംഗീതത്തോടെ വന്നു കൂടുവൻ അവൻ നല്ലവനല്ലോ ദയയെന്നുമുള്ളത് അവൻ വല്ലവനല്ലോ സ്തുതിയെന്നുമുള്ളത് 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 ഭൂവാസികളേ യഹോവയ്ക്കായി ഹല്ലേലൂയ താങ്ക് യു ജീസസ് ഭൂവാസികളേ യഹോവയ്ക്കായി ഞങ്ങളുടെ കർത്താവും ദൈവമായ സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോട് സ്തോത്രം. ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ഒന്നിച്ചങ്ങി ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ സന്ദർഭത്തിനായി സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ ഞങ്ങൾ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പൽക്കാലം എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും അനുഗ്രഹിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. എബ്രായലേഖനം 11-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ നമ്മൾ അവിടെ വായിക്കുന്ന അടുത്ത വിഷയം വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായെ അടച്ചു. In Hebrews chapter 11 verse 32 and 33, the next topic that we will think about is by faith they stopped the mouths of lions. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ വർഷം അനേക കാര്യങ്ങൾ പഠിപ്പാൻ തക്കനിടയായി തീർന്നത്. Last year we learned so many things from the chapter of Hebrews 11. ഇന്ന് പൽക്കാലം കടന്നു വന്ന എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ദൂരത്തും ചാരത്തുമായി എല്ലാവരും ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. I convey my greetings to all those who have gathered here as well as all those who have joined us from all parts of the world. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ പഴയ നിയമ വിശുദ്ധന്മാർ വിശ്വാസത്താൽ ചെയ്ത അനുഭവങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. We read the experiences of the Old Testament people in chapter 11, that what they did by faith. അവരുടെ സ്വന്തം ശക്തി കൊണ്ടല്ല, സ്വന്തം കഴിവ് കൊണ്ടല്ല അവർ ഈ അത്ഭുത പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നത് വിശ്വാസത്താലായിരുന്നു. It was not because of their strength or their abilities that they saw these miraculous works, but it was by faith. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ അവർ ചെയ്ത 33 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. In Hebrews chapter 11 we see 33 different things that were done by faith. ഇനി നമ്മൾ ആ ഒരു 12 വിഷയങ്ങളോട് ചിന്തിക്കാൻ തക്കമുണ്ട്. And after this we have 12 more topics to think about with this. ഇവിടെ നമ്മൾ വായിക്കുന്നത് വിശ്വാസത്താൽ സിംഹത്തിന്റെ നല്ല അതിന്റെ ശരിയായ ട്രാൻസ്ലേഷൻ സിംഹങ്ങളുടെ വായെ അടച്ചു എന്നാണ്. And what we read here is that by faith he did not stop just the mouth of a lion but stopped the mouth of lions. കഴിഞ്ഞ ആഴ്ചയിൽ വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി എന്നുള്ള വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. Last time we thought about that it was by faith that they stopped the power of the fire. സിംഹത്തിന്റെ വായെ അടച്ചത് പഴയ നിയമ ഭക്തനായ പ്രവാചകനായ ദാനിയേലാണ്. It was prophet Daniel that stopped the mouths of lions. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൽ ആ വിഷയം നമുക്ക് കാണുവാൻ തക്കവണ്ണം We കഴിയും. read about that in Daniel chapter 6. ആ ലോകത്തിൽ 4 സാമ്രാജ്യങ്ങൾ ഉളവായത് നമുക്ക് എല്ലാവർക്കും അറിയാം. We know about 4 empires that rose up in this world. അതിൽ ഒന്നാമത്തെ സാമ്രാജ്യം എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യമാണ്. The first empire was the Babylonian empire. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രധാന ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ ആ കാലത്തുണ്ടായ അനുഭവങ്ങളാണ് അത് കൂടുതലായി നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. We see so much about what happened in the most important emperor in the Babylonian empire named Nebuchadnezzar, and we read about him in the scriptures. ബാബിലോൺ സാമ്രാജ്യം ചെയ്തത് അതേ തീയുടെ ആ തീ കൊണ്ടുള്ള പരിശോധനയായിരുന്നു അവർക്ക് നൽകിയത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. We read that for the Babylonian empire they went through the test of fire. പഴയ നിയമ വിശുദ്ധന്മാര് അക്ഷരീയമായിട്ട് അനുഭവിച്ച അനുഭവങ്ങളാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. We see the Old Testament fathers what their actual experiences there. നമ്മൾ ആത്മീയമായി ഈ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നു. And while they physically face these experiences, we face the same experience in a spiritual way. അവർ അക്ഷരീയമായി അവരുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായി. While this happened to them in reality, പുതിയ നിയമ ഭക്തന്മാരായിരിക്കും നമ്മൾ ആത്മീയമായി
ഈ വിഷയത്തെ നമ്മൾ തരണം ചെയ്യണം. But the New Testament believers that we face these aspects spiritually. എക്സാമ്പിൾ പറഞ്ഞ ഒന്നാമത് പഴയ നിയമ വിശുദ്ധന്മാർ അക്ഷരീയമായി തീയുടെ ബലം കെടുത്തി. Yeah, we see that in reality, factually, the Old Testament believers, they stopped the power of the fire. അവർ അത് ചെയ്ത് വിശ്വാസത്താലായി. And they did that by faith. തങ്ങളുടെ ആയുധം കൊണ്ടല്ല, Not with weapons, തങ്ങളുടെ സാമർത്ഥ്യം കൊണ്ടല്ല, not with their intelligence. അവര് ആ വിഷയം നേരിടുവാൻ കൊണ്ടിയായിത്തീർന്നത് അവരുടെ വിശ്വാസം കൊണ്ട് മാത്രം. They faced that challenge by faith. നമ്മൾ എങ്ങനെയാണ് ഈ തീയുടെ ബലം കെടുത്തേണ്ടത്? How is it that you and I should reduce the power of that fire? നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി അഗ്നി പരിശോധന കടന്നു വരുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Spiritually, we face fiery problems in our lives. അത് പത്രോസ് തന്റെ ലേഖനത്തിൽ വ്യക്തമായി And സൂചിപ്പിച്ചിട്ടുണ്ട്. Peter describes that in his epistle. അഗ്നി പരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. Fire types of problems that we face. നമ്മൾ ആത്മീയമായി അതിനെ കീഴടക്കണം. We should overpower that spiritually. കണ്ട് പഴയ നിമിഷന്മാർ വിശ്വാസത്താൽ അക്ഷരീയമായി ദേശങ്ങളെ കീഴടക്കി. And we see the Old Testament believers, they conquered lands in reality. പുതിയ നിമിഷന്മാരാകുന്ന നമ്മൾ ആത്മാക്കളെ ആത്മീയമായി കീഴടക്കണം. And this New Testament believers that we should conquer and get new believers. പഴയ നിമിഷന്മാർ വിശ്വാസത്താൽ അക്ഷരീയമായി സിംഹങ്ങളുടെ വായെ അടച്ചു. The Old Testament believers, they stopped the mouths of lions in reality. പുതിയ നിമിഷന്മാരായിരിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയമായി സാത്താൻ അലർന്ന സിംഹം പോലെ കടന്നു വരുമ്പോൾ ആത്മീയമായി അവന്റെ വായെ നമ്മൾ അടയ്ക്കണം. What should the New Testament believers do when the devil comes as a roaring lion? Spiritually, we should shut his mouth. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയാതെ ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നു. That's why Paul says like this, be sober, be vigilant, because you don't know the devil comes to devour you as a roaring lion. അവനെ കീഴടക്കണമെങ്കിൽ ആത്മീയമായ ഭാഷ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. To conquer him, to capture, to overpower him, you can only do that spiritually. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മൾ അഭിഷേകം പ്രാപിക്കണം. That's why I say that you should be filled in the Spirit. ദൈവവുമായി സംസാരിക്കുന്ന ആത്മീയ ഭാഷ സാത്താൻ പിടിച്ചെടുക്കാൻ തക്ക സാധ്യമല്ല. The language that you speak directly to your Father in heaven, that heavenly language, the devil does not recognize what it is. കാരണം നമ്മൾ സ്വർഗീയ ഭാഷയിലാണ് ദൈവത്തോട് ആത്മാവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. Because you and I talk to the heavenly Father in the heavenly language. അത് സാത്താൻ പിടിച്ചെടുക്കാൻ തക്ക സാധ്യമല്ല. Satan doesn't understand it. അതുകൊണ്ടാണ് അലർന്ന സിംഹം പോലെ സാത്താൻ കടന്നു വരുമ്പോൾ അവനെ പരാജയപ്പെടുത്താൻ തക്കവണ്ണം ആത്മീയമായ ശക്തി നമ്മൾ പ്രാപിക്കണം. That's why you should have the spiritual strength that you need to gain to conquer and to overpower the roaring lion that comes against you. പ്രവാചകനായ ദാനിയേൽ 14-ാമത്തെ വയസ്സിൽ ബാബിലോണിൽ കടന്നു വന്നതാണ്. Prophet Daniel came to Babylon at the age of 14. അന്ന് മുതൽ അവിടെ താൻ എങ്ങനെ യെരുശലേമിൽ ജീവിച്ചോ അതേ അനുഭവത്തിൽ തന്നെ വിശ്വാസത്താൽ ഭക്തിയോടെ ജീവിച്ച ഒരു വ്യക്തിയാണ് പ്രവാചകനായ ദാനിയേൽ. And by faith he lived in the land of Babylon in the same manner as he lived in Jerusalem until his age of 14. ആദ്യകാലങ്ങളിൽ അവർക്ക് പരിശോധന ഉണ്ടായെങ്കിലും ആ പരിശോധനയെല്ലാം അവർ അതിജീവിച്ച് ഇപ്പോൾ ദാനിയേൽ നേദ്യാപാർശ്വ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. Even though he faced so many challenges and obstacles in his life, now he is in a high position in the empire of Medes and Persia. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിൽ പ്രവാചകനായ ദാനിയേലിനെ ദാരിയാവേശ് രാജാവ് ആക്കുവാൻ തക്കവണ്ണം തീർന്നു. King Darius had appointed Daniel as one of the highest officials in the empire of Medes and Persia. ഏറ്റവും 3 അതേ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. He was one of the 3 people that was in charge at the top. കുറെ കാലം കഴിഞ്ഞപ്പോൾ എല്ലാവരെക്കാട്ടിലും ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ദാനിയേലിനെ ആക്കുകയുണ്ടായി. And Daniel eventually actually climbed over the 3 of them, and he had a greater position than those 3. അതുപോലെ തന്നെ ദാരിയാവേശ് ഈ 120 സംസ്ഥാനങ്ങളിൽ 120 ഗവർണർമാരെ നിയമിക്കുകയുണ്ടായി. And in the 120 provinces under King Darius had appointed governors there. ഇവരെല്ലാം ചുമതല ദാനിയേലാണ് വഹിച്ചുകൊണ്ടിരുന്നത്. And Daniel held the responsibility overseeing all of them. ഈ തന്റെ കൂടെയുള്ള 2 പേരെക്കാട്ടിലും തന്നെ മേലായ സ്ഥാനത്തെത്തിച്ചു. And the 2 people that were alongside him in similar position, he climbed over them. ഈ 120 പേരുടെ മേലും ആധിപത്യം
ദാനിയേലിന് കൊടുക്കുകയുണ്ടായി. And Daniel was also given authority over the 120 governors. അത് അവർക്ക് ആർക്കും അത്ര സൂഹിച്ചില്ല. And none of them liked it. കാരണം ഇവൻ യെരുശലേമിൽ നിന്ന് കടന്നു വന്നവനാണ്. Because this is a man that came from Jerusalem. ഇവൻ യഹൂദനാണ്. He is a Jew. ഞങ്ങളുടെ എല്ലാവരുടെയും മോളിൽ കൊണ്ട് ഇവനെ ആക്കിയതിൽ ഇവർക്കാർക്കും സംതൃപ്തരായിരുന്നില്ല. And they were not pleased with the fact that this man was at authority over them. അന്ന് മുതൽ ഇവനെ എങ്ങനെ താഴെയിടണം എന്നുള്ള കാര്യങ്ങൾ ഇവർ And ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. from that moment on, all of them were thinking of how can we pull this man down. കാണുമ്പോൾ സൗഹാർദ്ദമായിട്ട് അതേ സന്തോഷത്തോടെ സംസാരിക്കും. Even though when they see him, they may be acting in a joyous manner. എന്നാൽ ഇവന്റെ ഒരു കുറ്റം കണ്ടുപിടിപ്പാൻ തക്കവണ്ണം അവരിങ്ങനെ അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. But they were tirelessly putting effort to find a flaw in Daniel. ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. Daniel was a man of prayer. ദൈവവുമായി തനിക്കൊരു വലിയ ബന്ധമുണ്ടായിരുന്നു. He had a great relationship with his God. ദൈവം 3 പ്രാവശ്യം പറഞ്ഞു, എന്റെ ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ. And to 3 times God Almighty said that he is a man of favor with me. അവൻ ദൈവത്തിന്റെ ഏറ്റവും പുത്രനായിരുന്നു, പ്രിയനായിരുന്നു ദാനിയേൽ. Daniel was someone that God really liked. ദൈവം അവനെ കുറിച്ച് പറയുന്നതിൽ ദൈവത്തിന് വലിയ അഭിമാനമായിരുന്നു. And God was so pleased calling him. ഈ ബാബിലോണിൽ കടന്നു വന്നിട്ട് ഇന്നുവരെയും തന്റെ ഒരു കുറ്റം കണ്ടുപിടിക്കുവാൻ അവർക്ക് ആർക്കും സാധിച്ചില്ല. In all these years that he had been in Babylon, they could not find one flaw in him. ദാരിയാവിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. King Darius was really loved Daniel. അതിന്റെ കാരണം എന്താണ്? Why was that? അവൻ ദൈവവുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. Because he had a relationship with God. അവൻ പ്രാർത്ഥനാ He മനുഷ്യനായിരുന്നു. was a man of prayer. എന്നാൽ ഈ 101 ഗവർണർമാരും ഈ മറ്റ് 2 അധ്യക്ഷന്മാരും തീരുമാനിച്ചു ദാനിയേലിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് താഴെയിടണം. But the 120 governors and the 2 other high officials decided somehow we need to pull Daniel down. അവിടെ അവരെല്ലാരും ആലോചിച്ച് നോക്കിയിട്ട് അവന്റെ മേൽ ഒരു കുറ്റവും ചുമത്തത്തക്കവണ്ണം ഒന്നും കണ്ടുപിടിപ്പാൻ And സാധിച്ചില്ല. while they looked for all kinds of ways, they could not find a bit of flaw in this man. നമ്മൾ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ മേൽ കുറ്റാരോപണം ചെയ്ത് നമ്മെ തകർക്കാൻ നോക്കുന്ന ശത്രുവിന്റെ പോരാട്ടം പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതൽമേൽ ഉണ്ട് എന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നുപോകും. Child of God, you should not forget the fact there are people and an enemy that's trying to find a flaw in you to pull you down. നമ്മുടെ കുറ്റം കണ്ടുപിടിപ്പാൻ തക്കവണ്ണം സാത്താൻ അശ്രാന്ത പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Satan is tirelessly putting effort to find a flaw in you. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ സെക്കറിയാ പുരോഹിതൻ ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു ചെന്നപ്പോൾ സാത്താൻ ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. We know when the high priest Zechariah went into the temple of God, Satan was observing him. അതേ ഒരു ദിവസം നോക്കിയപ്പോൾ അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. And one day when he went to that temple, his clothes were not all that fit. ഉടനെ സാത്താൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നു. And Satan immediately went to God. നീ നോക്ക്, നിന്റെ ദാസൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. Look at your man. Look at your man. He is wearing worn off clothes in the temple. മഹാപുരോഹിതന്മാർ മുഷിഞ്ഞ വസ്ത്രം ധരിക്കാൻ പാടില്ല. And the high priest should not wear such attire. അതേ നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ എപ്പോഴും നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. Understand, your children always watch you. നമ്മുടെ ജീവിതം എങ്ങനെയാണ്, നമ്മുടെ സംസാരം എങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. They look at how you live, how you talk. കഴിഞ്ഞ ദിവസം അതേ ചില നാൾക്ക് മുമ്പ് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതേ കുഞ്ഞുങ്ങളോട് അതേ നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയെ കുറിച്ച് ആ അധ്യാപകൻ ഒന്ന് മനസ്സിലാക്കാൻ തക്കൊന്നും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. The Sunday school teacher started to talk to his students to understand the prayer that happens at their home. ഈ അധ്യാപകൻ വളരെ ബുദ്ധിയുള്ള ഒരു അധ്യാപകനാണ്. And this was a wise Sunday school teacher. മക്കളെ, നിങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന എങ്ങനെയുണ്ട്? Children, how is the prayer at your home? ബൈബിൾ വായന എങ്ങനെയുണ്ട്? How is the Bible reading at your home? ഒരു കുഞ്ഞു പറഞ്ഞ മറുപടി ഇതാണ്. And the response one child gave, നമ്മുടെ വീട്ടിൽ ബൈബിൾ വായിക്കാറില്ല. we don't read Bible at our home. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഇല്ലയോ എന്ന് ചോദിച്ചു. So he asked, do you not have a Bible at home? 9 ബൈബിൾ ഉണ്ടെന്ന് പറഞ്ഞു. 9 ബൈബിൾ. There's 8 or 9 Bibles, പക്ഷേ ഞങ്ങൾ വായിക്കാറില്ല. but we don't read it. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Know this, your children are watching you. നമ്മളെ നോക്കിയാണ് അതേ ആ കുഞ്ഞുങ്ങൾ അതേ മാതൃക പഠിപ്പാൻ തക്കാണ് പോകുന്നത്. Your children look at you to find the example by which they should live. വളക്കാൻ ചിന്തിച്ച് നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? Do you have family prayer at your home? ബൈബിൾ വായനയുണ്ടോ? Do you read your Bibles at home? അതിൽ ഒരു കൊച്ചെന്ന് അധ്യാപകനോട് പറഞ്ഞൊരു വാചകം എന്താണെന്നറിയാമോ? One of the students said this to the teacher. അത് വിശുദ്ധിയെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് when he was speaking about holiness, നമ്മളെല്ലാവരും വിശുദ്ധിയുള്ളവരായിരിക്കണം. that we should all be holy. നമ്മുടെ ഉടുപ്പൊക്കെ നമ്മൾ നനയ്ക്കുന്നവരായിരിക്കണം. That we should wash our clothes. നമ്മുടെ വെള്ള ഉടുപ്പിന്മേൽ ചെളി പറ്റാൻ പാടില്ല. That there should not be filth on our white clothes. അപ്പൊ ഈ കൊച്ചെന്ന് അധ്യാപകന്റെ ചെവിപ്പെന്ന് പറയുന്ന ഒരു വാചകം ഇതാണ്. And this student comes up to the teacher to his ear and said, എന്റെ വീട്ടിൽ എന്റെ പാപ്പ സോക്സ് നനയ്ക്കത്തില്ല.
In my home, my father does not wash his അപ്പൊ socks. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ബാധ്യതയാണ് ഇരിക്കുന്നത്. So know that your kids are watching you. അങ്ങനെയാണെങ്കിൽ സാത്താനോ If that's the case, how much more will നമ്മുടെ Satan? പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. He is following you to watch you. എവിടാണ് കുറ്റം എന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാണ്. To find the area of your fault. സാത്താൻ വന്ന് ദൈവത്തിന്റെ സന്നിധി നിൽക്കുകയാണ്. Satan is in the presence of God. അതേ ദൈവം പറഞ്ഞു നിന്നെ ഞാൻ ഭർഷിക്കുന്നെന്ന് പറഞ്ഞു. And so he said, I rebuke you, Satan. ഉടനെ അവൻ പറയുന്ന പോലെ നിന്റെ ദാസനെ നീ നോക്ക്. And he says, look at your servant. അന്ന് ആരാധനയ്ക്ക് വന്നപ്പോ അവന്റെ ഉടുപ്പ് മൊത്തം ചെളിയാ. And if you look at the shirt that he's wearing when he came to the temple of God, it's all filled with filth. നമ്മുടെ ദൈവം കൊടുത്ത സാത്താൻ കൊടുത്ത മറുപടി എനിക്ക് കേട്ട് വലിയ സന്തോഷം. I was so happy to read the response God gave Satan. അതാണ് നമ്മുടെ ദൈവം നമ്മളെ നീതീകരിക്കുന്നതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. This is why I say God is always justifying ദൈവം you. പറയാ സാത്താനെ നീ പോ. He said, Satan, I rebuke ഞാൻ you. നിന്നെ ഭർഷിക്കുന്നു. I rebuke you. എന്റെ ദാസനെ തീയിൽ നിന്നും വലിച്ചെടുത്ത ഒരു കൊള്ളിയാണ് നീ മനസ്സിലാക്കുക. He is like a coal that has been pulled out of the fire. നമ്മുടെ ദൈവം നമ്മളെ നീതീകരിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ കാണത്തില്ലായിരുന്നു. If your God did not justify you, you would not be here. തീയിൽ നിന്ന് ഒരു വ്യക്തിയെ വലിച്ചെടുക്കുമ്പോൾ നിശ്ചയമായും ചെളി പറ്റിയിരിക്കും, അതേ ചാരം പറ്റിയിരിക്കും. If you pull someone out of the fire, for sure there will be ashes on him. അവൻ പരിശോധനയാകുന്ന തീയിൽ നിന്ന് അവനെ വലിച്ചെടുത്തതാണ്. He is one that is pulled out of the fire that's filled with challenges. സാത്താനെ അവിടുന്ന് ഓടിച്ചു കളഞ്ഞു. And he rebuked Satan. നിങ്ങൾ വെളിപ്പാട് ദിവസം 12-ാം അധ്യായം വായിച്ചു നോക്ക്. If you go to Revelation chapter 12, ദൈവ ജനത്തെ രാപകൽ കുറ്റം പറയുന്ന അപവാദിയെ ദൈവം തള്ളിയിട്ട് കളഞ്ഞു. and we see that God threw out the accuser of the accuser that the daily day and night was accusing his people. സാത്താൻ ഒരു ക്ഷീണവുമില്ല. Satan is not tired. അവൻ എപ്പോഴും ചെന്ന് നമ്മുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. He constantly goes and accuses you in the presence of നമ്മുടെ God. ദൈവം നമ്മളെ നീതീകരിച്ചില്ലായിരുന്നെങ്കിൽ, But if your God did not justify you, നമ്മുടെ ദൈവം നമ്മോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ, if your God was not with you, ഈ കുറ്റമെല്ലാം കേൾക്കുമ്പോൾ ദൈവം അങ്ങ് ശിക്ഷ വിധിക്കുകയായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇവിടെ കാണത്തില്ലായിരുന്നു. if God would punish you for the accusations of you that he hears, you would not exist. നമ്മളെ നീതീകരിക്കുന്ന വലിയവനായ ഒരു ദൈവം നമുക്കുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. I thank God for the righteous God that justifies you day and night. ഇപ്പോൾ ദാനിയേലിനെ കുറ്റം കണ്ടുപിടിക്കുന്ന എന്താണ്? What is the accusation on Daniel? ഒന്നാമത് ജനത്തിന് വലിയ അസൂയ. First, these people are jealous of him. കാരണം ദാനിയേൽ ഉന്നത പദവിയിലെത്തിയിരിക്കുകയാണ്. Because Daniel is in a high position now. രാജാവ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ദാനിയേലിനാണ്. After the king, the next position belongs to Daniel. അപ്പൊ ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചു, പ്രാർത്ഥന സംബന്ധിച്ച് അവന്റെ ന്യായപ്രമാണം സംബന്ധിച്ചല്ലാതെ അവന്റെ പേരിൽ ഒരു കുറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കത്തില്ല. And they all decided, other than through the life of prayer or the way that he lives according to the law, we cannot find another fault in him. അതുകൊണ്ട് അതെന്താണ് ചെയ്തത്? So what did they do? അവരെല്ലാവരും കൂടി ഒരു നിയമം അവർ തീരുമാനിച്ചു. They all decided this law. മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത ഒരു നിയമം കൊണ്ടുവരാൻ തക്കവണ്ണം അവർ തീരുമാനിച്ചു. They decided to bring an unrevocable, unchangeable law of the Medes and Persians. ഇപ്പൊ നമ്മുടെ ഇന്ത്യയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സന്ദർഭമാണ്. This is a moment when you should pray for India. മതപരിവർത്തനം നടത്താൻ പാടില്ലാത്ത ഒരു നിയമം പാസ്സാക്കാൻ തക്കവണ്ണം കോർട്ടിൽ, സുപ്രീം കോടതിയിൽ അതിന്റെ പെറ്റീഷൻ വന്നിരിക്കുകയാണ്. The petition has come to the Supreme Court such that religious conversions cannot happen. ഈ ദിവസങ്ങളാണ് നടക്കാൻ തക്കവണ്ണം പോകുന്നത്. Those things are about to happen. എല്ലാം ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണ് ഈ കാര്യങ്ങൾ അവരവിടെ കൊണ്ടുവരാൻ തക്കവണ്ണം പോകുന്നത്. The reason they have brought this to the Indian Supreme Court is because of Christians. കാരണം ദൈവജനത്തെ തകർക്കാൻ തക്കവണ്ണം സാത്താൻ കൊണ്ടുവരുന്ന ഓരോ പദ്ധതിയാണ്. Because these are plans that Satan, the enemy, is bringing to destroy the children of God. അതിന്മേൽ ജയം കിട്ടുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ ജാഗരമായി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. To gain victory over that, you need to be in the presence of God meditating. ഇപ്പോൾ കുറ്റം കണ്ടുപിടിപ്പാൻ കടന്ന വ്യക്തികൾ ദാര്യാവേശന്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. The accusers have come in the presence of King Darius. രാജാവേ, ഞങ്ങളെല്ലാവരും കൂടി ഒരു കാര്യം ആലോചിച്ചു. Oh king, we thought about this one thing. 30 ദിവസത്തേക്ക് എല്ലാവരും രാജാവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. That for 30 days everyone should only pray to you. ആരെങ്കിലും തങ്ങളുടെ ദേവനോട് പ്രാർത്ഥിച്ചാൽ അവരെ സിംഹത്തിന്റെ ഗുഹയിൽ കളയണം. If anyone prays to their own God, you need to throw them in the den of lions. അങ്ങനെ നിയമം പാസ്സാക്കണം. We need to establish such a law. ഈ രാജാവ് ഒന്നും നോക്കിയില്ല, ഉടനെ അങ്ങ് പാസ്സാക്കി സൈൻ ഇട്ട് കൊടുത്തു. The king didn't think about it. He thought it was good and he signed it. 30 ദിവസത്തേക്ക് ദാര്യാവേശാണ് രാജാവ്, അത് ദൈവം. For 30 days, King Darius is God. എല്ലാരും 30 ദിവസം ദാര്യാവേശോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. For 30 days, everyone should pray to King ദൈവമേ Darius. ദൈവമേ ദാര്യാവേശ ദൈവമേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. They should pray, oh God, King Darius, our God. ആരെങ്കിലും തങ്ങളുടെ ദേവനോട് പ്രാർത്ഥിച്ചാൽ അവരെ
സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളയുമെന്ന് മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത ഒരു നിയമം പാസാക്കി. An unchangeable, unrevocable law of the Medes and Persians that anyone that does not pray to King Darius would be cast into the den of lions. അവരെല്ലാരും ദാര്യാവേശം വിചാരിച്ചില്ല ഇത് ദാനിയേലിനെ കുറിച്ചാണ് എന്ന് ചിന്തിച്ചില്ല. King Darius did not think that or consider that this was about Daniel. 127 സംസ്ഥാനങ്ങളിൽ അയച്ചു കൊടുത്തു. And this was sent to the 127 provinces. എല്ലാവരും 30 ദിവസത്തേക്ക് ദാര്യാവേശം മാത്രമേ പ്രാർത്ഥിക്കാവൂ. For 30 days, everyone should pray to King Darius. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. Let me remind you of something that I've said once in the past. നമ്മുടെ തമിഴ്നാട്ടിൽ ഒരുത്തൻ തന്നെത്താൻ ദൈവമായി. In Tamil Nadu, one person himself became God. നടന്ന സംഭവമാണ്. This actually happened. അങ്ങനെ തന്നെത്താൻ ദൈവമാക്കിയ ആൾക്കാരുണ്ടല്ലോ. There are so many others that have themselves become God. എല്ലാം പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. And they've all been defeated. അപ്പോൾ ഈ തമിഴ് ഇങ്ങനെ ദൈവമായിട്ട് ഇരിക്കുകയാണ്. And this Tamil man is standing there as God. എല്ലാവരും തമിഴിനെയാണ് അതെ ആണ്ടവരേ ആണ്ടവരേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. And everyone that gathers this calls this man God. അപ്പോൾ ഇവൻ ഇങ്ങനെ ദൈവമായിരിക്കുക. And while he's sitting there as God, എല്ലാവരും വന്ന് ആണ്ടവരേ എന്ന് വിളിക്കുകയാണ്. and everyone is calling him God. ഇവർക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ഒരു രോഗം ഇവനുണ്ടായിരുന്നു. But this man had a sickness that no one else knew. ഇവൻ വേദന കൊണ്ട് ഇങ്ങനെ അങ്ങ് പൊളയുകയാണ്. And he is suffering in pain. ഇവരെ ആണ്ടവരേ എന്ന് വിളിച്ച കൂട്ടത്തിൽ അതിന്റെ ഇടയ്ക്ക് ഇവന് വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഈ തന്നെത്താൻ ദൈവമാക്കിയവൻ അവൻ വിളിച്ചാണ്ടവരെന്ന്. And when everybody else in the crowd was calling him, oh God, when this man could not suffer any longer the pain he had, he himself started to call out and say, oh God. അവൻ വേദന കൊണ്ട് പൊളയുകയാണ്. Because he was in pain. നോക്കണമേ, അവൻ കിടന്ന് വേദന മാറ്റാൻ കഴിയാത്ത ഈ ആണ്ടവർ അവന്റെ വേദന മാറ്റാൻ അവനും ആണ്ടവരെ എന്ന് വിളിക്കുകയാണ്. The same God who could not self-heal his own pain is calling out to a God. ഇവിടെ നോക്കണമേ, ദാനിയേലിന്റെ മേൽ കുറ്റം ചുമത്തിയത് ഈ പ്രാർത്ഥനാ വിഷയമാണ്. It is the topic of prayer that was the basis of accusation against Daniel. ഈ രേഖ ദാനിയേലിന്റെ ഓഫീസിൽ കൂടെ വന്നു. And while this decree came by Daniel's office, ദാനിയേൽ രേഖ ഈ ലെറ്റർ വായിച്ചു. Daniel reads this letter, അവൻ കുലുങ്ങിപ്പോയില്ല. but he wasn't shaken. അവരെ പ്രത്യേകം എഴുതിയിരിക്കുന്ന വാചകം, അവൻ തന്റെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവന് യാതൊരു കേടും പറ്റിയില്ല. And what is written there is because he believed in his God, they couldn't find fault in him. വിശ്വാസത്തിന്റെ ശക്തി എത്ര വലിയതാണ്. Think about the great power of faith. ഓ, വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വിഷയത്തിന്റെ മുഖത്ത് നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയും. If you have faith, you can gain victory over any topics or any issues that comes against you. ആരെങ്കിലും തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ, if anyone prays to their own God, അവനെ സിംഹത്തിന്റെ ഗുഹയിലിട്ട് കളയും. they would be cast into the den of lions. ദാനിയേൽ ഈ വിവരം അറിഞ്ഞു. And Daniel knew this. അവന്റെ ജോലി കഴിഞ്ഞ് അവന്റെ വീട്ടിലേക്ക് പോവുകയാണ്. And after his job, he's going back to his home. അവനറിയാം ഇത് അവനെ ഉദ്ദേശിച്ച ഇതെല്ലാം ചെയ്തിരിക്കുന്നറിയാം. And he clearly understands that this is about him. അവന് യാതൊരു കുലുക്കവുമില്ല. But he is not shaken. അവന് യാതൊരു പേടിയുമില്ല. He is not afraid. അവൻ മനസ്സിൽ ചിന്തിച്ചു, ദൈവത്തിന് കൊടുക്കണം, മഹത്വം മനുഷ്യന് കൊടുക്കാൻ പാടില്ല. And in his mind he thought the glory that should be given to my God should not be given to another man. അവന്റെ ഭവനത്തിൽ ഒരു വാതിൽ യെരുശലേമിലേക്ക് തുറന്നു കിടക്കുകയാണ്. And he has a window in his house that is open towards Jerusalem. അതെപ്പോഴും തുറന്നു കിടക്കുകയാണ്. It is always open. അവൻ യെരുശലേമിനെ നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. Because he looks towards Jerusalem and prays. അവൻ യെരുശലേം മൊത്തം തകർന്നു കിടക്കുകയാണ്. And at that moment Jerusalem is destroyed. ആ യെരുശലേമിനെ വീണ്ടും പണിയുന്നത് അവൻ വിശ്വാസത്താൽ കണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. And he is seeing through his eyes of faith that this Jerusalem will be built again, and he prays. യെരുശലേമിന്റെ ശൂന്യാവസ്ഥ മാറും. അത് മാറിയതായി കണ്ടുകൊണ്ട് അവൻ വിശ്വാസത്താൽ പ്രാർത്ഥിക്കുകയാണ്. Through the eyes of his faith he sees the emptiness of Jerusalem vanishing, and with looking at that he is praying. അവൻ അവിടെ എഴുതിയിരിക്കുന്ന വാചകം എങ്ങനെയാണ്? And the words that are inscribed there, അവൻ പതിവായി ചെയ്തു വന്നതുപോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. and we read like this, he got down on his knees 3 times a day and prayed and gave thanks before his God as he had done previously. പ്രാർത്ഥിക്കുന്ന മുമ്പ് തന്റെ ജീവിതത്തിൽ ഏത് കൂട്ടം കാര്യം വേണമെങ്കിൽ ചിന്തിക്കാം. He can think about 7 different things before he steps into that prayer. നമ്മളാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചേനെ. You and I may have thought in that manner. 1, പാമ്പിനെ പോലെ നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. that you should be wise as the serpent. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ ബുദ്ധിയോടെ ചെയ്യണം. And in these circumstances you should use your wisdom. ഇന്ന് ഈ നോർത്ത് ഇന്ത്യ ഛത്തീസ്ഗഡിലെ ഞാൻ
അവരെ ആക്രമിച്ച സ്ഥലത്തൊക്കെ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുള്ളതാണ്. In Chhattisgarh, in North India, in many of the places that people are being terrorized at this moment, I have ministered in those places in the past. അവിടെ കൊണ്ടകാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. There is a place called Kondagab. ഞാൻ അവിടെ ആഴ്ചയിൽ ഒരു ദിവസം മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നതാണ്. There I used to conduct once a week meetings. അവരെല്ലാം ചതച്ച് അടിച്ച് അതേ അവിടുത്തെ ക്രിസ്ത്യാനികളെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. And in these days, they are chasing the Christians, they are beating them up. നാരായൺപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ടമാനം ക്രിസ്ത്യാനികൾക്ക് ഉപദ്രവമാണ്. And in a place called Narayanpur, a lot of Christians are being beaten up. ദൈവദാസന്മാർ അവരെല്ലാം സന്ദർശിച്ചപ്പോൾ When all the men of God visited them, അവർ കൊടുത്ത മറുപടി, ഞങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഞങ്ങൾ യേശുവിനെ വിട്ടുമാറത്തില്ല. and the believers, they responded and said, no matter what problems we face, we will not leave our Lord Jesus. ചില ബുദ്ധിമാന്മാർ പറഞ്ഞു, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. Some people said you should be wise as serpents. രണ്ടാമത് ചിന്തിക്കാവുന്ന വിഷയം, The second thing you could think about, ഹൃദയത്തിൽ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. you can just pray in your mind. അതേ നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. That you can just pray in your heart. മൂന്നാമത് കുറെ ദിവസത്തേക്ക് പ്രാർത്ഥിക്കണം എന്ന് നിർബന്ധം. And for the thirdly, you may think, well, why do we have to pray for the next few days? നാളെ പ്രാർത്ഥിച്ചതല്ലേ, We prayed all this time. ഒരു ദിവസം പ്രാർത്ഥിക്കണ്ട. For the next few days, let's just not pray. നാലാമത്തെ വിഷയം, സാഹചര്യം അനുസരിച്ച് നമ്മൾ നടക്കണം. For we should walk according to the circumstances. 5 രഹസ്യമായി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. 5, you just have to pray secretly. 6 രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവത്തോട് മനസ്സുണ്ടെന്ന് പ്രാർത്ഥിക്കുക. 6, when you stand in front of the king, just pray in your mind. 7ാമത്തെ വിഷയം, എന്റെ ബലഹീനത ദൈവം അറിയുന്നല്ലോ. 7th, my weakness, my God knows my weakness. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം എന്താണെന്ന് അറിയാമോ? The reason I say all of ഈ this, 7 വിഷയങ്ങൾ ചിന്തിച്ചിട്ട് ദാനിയേൽ വേണമെങ്കിൽ പ്രാർത്ഥന മുടക്കാം. Daniel could have thought about these 7 excuses and could have said, I'm not going to pray. എന്നാൽ അതിനെല്ലാം നടുവിൽ ദാനിയേൽ തന്റെ ദൈവത്തെ വിശ്വസിച്ചു. But in the midst of all of that, Daniel believed in his God. ദാനിയേൽ പറഞ്ഞ 6-ാമത്തെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, When you read Daniel chapter 6 and verse 10, അവൻ മുട്ടുകുത്തി തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. he got down on his knees and he prayed to his അവൻ God. ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നവനായിരുന്നു. He was one that would be on his knees in the presence of God. മഹാനായ യോങ്കിച്ചോ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തിയായിരുന്നു പ്രാർത്ഥിക്കുന്നത്. When Pastor Yongicho would pray, he was on his knees. തന്റെ മുട്ട വലിയ തഴമ്പുണ്ടായിരുന്നു. And his knees was weak. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരെ കണ്ടാൽ തിരിച്ചറിയാം. If you look at a person that's on his knees, you can tell the അവൻ difference. 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. 3 times a day he was on his അവൻ തന്റെ knees. ദൈവത്തോട് പ്രാർത്ഥിച്ചു. He prayed to his അവൻ God. വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു. By faith he prayed. Praise the Lord. Praise God. ആ പ്രാർത്ഥന ദൈവം മറുപടി കൊടുക്കുകയാണ്. And God is giving response to that അവൻ prayer. യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിച്ചു. He looked towards Jerusalem and prayed. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. We read about so many that were on their knees and prayed. നമ്മുടെ കർത്താവായ യേശു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന We know ദൈവമായിരുന്നു. Jesus himself would be on his knees when he prayed. അപ്പോസ്തലനായ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിരുന്നു. Apostle Paul himself wouldn't be on his knees and ശലോമോൻ prayed. ദേവാലയം വന്നപ്പോൾ ആ ദേവാലയത്തിന്റെ പീഠത്തിന്മേൽ താൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. Solomon, when he built his temple on the altar, he was on his knees. ആ പ്രാർത്ഥന ദൈവം കേട്ടു. And God heard that prayer. ദൈവത്തിന്റെ ശക്തിയെ ആലയത്തിലേക്ക് ഇറക്കി. And the Shekinah of God came down to that temple. അവസാനം കുറ്റം ദാനിയേലിന്റെ പേരിൽ അവതരിപ്പിക്കാൻ തക്കവണ്ണം ആൾക്കാർ വന്നു. And at the end, the accusers came to showcase the fault of Daniel. രാജാവേ, ഒരു കാര്യം ഓർക്കണം. Daniel, O king, remember this. നമ്മളൊരു നിയമം പാസാക്കിയല്ലോ. We have passed this law. മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്തൊരു നിയമം പാസാക്കിയില്ലേ? A law that can be unchanged or unrevoked, the law of Medes and എന്നാൽ Persians. ഒരുത്തൻ മാത്രം രാജാവിനോട് പ്രാർത്ഥിക്കുന്നില്ല. But there is one that did not pray to the king. രാജാവ് പറഞ്ഞ ആരാണെങ്കിലും അവനെ സിംഹത്തിന്റെ ഗുഹയിലിടും. And the king said, no matter who it is, they will be cast to the den of lions. അത് ദാനിയേൽ എന്ന ഒറ്റ ഒരുത്തൻ മാത്രം മുട്ടുകുത്തി അതേ നിന്നോട് പ്രാർത്ഥിക്കുന്നില്ല. There's just one man named Daniel who does not pray to you. അവൻ തന്റെ ദൈവത്തോടാണ് He പ്രാർത്ഥിക്കുന്നത്. prays to his own God. ഉടനെ ദാര്യാവേശന്റെ മനസ്സ് വളരെയധികം ദുഃഖിച്ചു. And we see that the king's mind he was disheartened. അപ്പോഴാണ് രാജാവിന് കാര്യം മനസ്സിലായത്. That's when the king understood. ഈ ദാനിയേലിന്റെ നേരം വൈകുന്നേരം വരെ വിടിവിപ്പാൻ തക്കണം ആഗ്രഹിച്ചു. And he put so much effort until the evening time to deliver Daniel. എന്നാൽ വിടിവിപ്പാൻ തക്കണം സാധിച്ചില്ല. But he was unable to do so. കാരണം ബാബിലോൺ സാമ്രാജ്യം സ്വന്തം ഇഷ്ടം പോലുള്ള ഭരണമായിരുന്നു. Because the empire of Babylon was ruled according to the way you wanted. നെബൂഖദ്നേസർ പറയുന്ന പോലെ അത് കാര്യങ്ങൾ നടക്കുന്നു. It was according to the way King Nebuchadnezzar said. എന്നാൽ മേദ്യ പേർഷ്യ സാമ്രാജ്യം
തന്നെത്താൻ തീരുമാനിക്കാൻ പറ്റത്തില്ല. But in the land, in the empire of Medes and Persians, you cannot decide on your own. പ്രഭുക്കന്മാരുടെ ഭരണമായിരുന്നു. It was under the authority of the governors. രാജസ്ഥാനത്ത് രാജാവിന്റെ ഇഷ്ടം പോലെ ഭരണത്തിൽ നിന്ന് ഭരണം താണുപോയി. Because the authority descended from sole authority of the king to authority amongst many people. മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം അതേ രേഖ എഴുതിയിരിക്കുന്ന ഒരു വിഷയമാണിത്. The decree that has been put in law that and is unchangeable, unrevocable according to the laws of the Medes and Persians. അതിനി മാറ്റാൻ തക്കവണ്ണം സാധ്യമല്ല. It cannot be changed. Praise the Lord. Praise God. അപ്പോൾ ദാര്യാവേശ് ആകെ നോക്കി ഒന്ന് വിടുവിക്കാൻ. And so King Darius tried so much to see if he can deliver Daniel. ഈ ചൈനയിൽ വാച്ച്മാൻ നീ എന്ന് പറയുന്ന ഒരു ഭക്തൻ ഉണ്ടായിരുന്നു. വാച്ച്മാൻ നീ. Watchman Nee was a man of God in China. അദ്ദേഹം ഒരു ദൈവഭക്തനായിരുന്നു. He was a man of God. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഈ നദിയിൽ നീന്താൻ തക്കണം പോയി. He and his friends went to swim in the river. ഇവർക്ക് നീന്ത് വലിയ വശമൊന്നുമില്ല. They are not good swimmers. നീന്താൻ തക്കണം അത് നദിയുടെ അരികെ വന്ന് നിൽക്കുകയാണ്. And so they are standing at the brook of the waters wanting to swim. അതിലൊരുത്തൻ അതേ ഈ നദിയിലേക്ക് അറിയാതെ അങ്ങ് വീണുപോയി. One of them accidentally fell into the water. അദ്ദേഹത്തിന് നീന്ത് വശമില്ല. He doesn't know how to swim. അങ്ങനെ ആരെങ്കിലും നീന്ത് വശമില്ലാതെ ഈ നദി വീണാൽ അവരെ രക്ഷിക്കാൻ തക്കവണ്ണം നീന്തറിയാവുന്ന ഒരു വ്യക്തി ആ ഒരു വാച്ച്മാൻ അവിടെ നിൽപ്പുണ്ട്. And so there's a lifeguard standing at the shore just to protect people in case they go in and they don't know how to swim. അവൻ ചാടി ചെന്ന് അവരെ പൊക്കിക്കൊണ്ടുവരും. And he would jump in and he would bring them back. ഈ നദിയിൽ വീണ വ്യക്തി ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. And this person that fell into the waters, he is drowning. ഇവരെല്ലാം കൂടെ കിടന്ന് വലിയ നിലവിളി. And all these people are shouting. ഈ നീന്തി ചെന്ന് രക്ഷപ്പെടുത്തുന്ന ആള് മൗനമായിട്ട് നിൽക്കുകയാണ്. And the lifeguard that's standing there is silent. അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ എങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. And they keep telling him, can you please save our friend? അദ്ദേഹം മിണ്ടാതിരുന്നു. And he stood there ഈ silent. നദിയിലേക്ക് വീണ വ്യക്തി കൈയും കാലിട്ടും അടിക്കാൻ തുടങ്ങി. And the person that fell into the waters, he started just throwing up his hands and he started to move his hands and legs. അവസാനം വെള്ളത്തിലേക്ക് മുങ്ങാൻ തുടങ്ങി. And at the end, he started to descend. ഉടനെ ഈ രക്ഷിക്കുന്ന ആള് പെട്ടെന്ന് കടന്നു എന്ന് അദ്ദേഹത്തെ പൊക്കി എടുത്തോണ്ട് കരയ്ക്ക് വന്നു. And then immediately the lifeguard jumped in and brought him ashore. അപ്പൊ ഈ ദൈവഭക്തൻ ഒരു ചോദ്യം ചോദിച്ചു. And so the man of God asked him, ഞങ്ങൾ എല്ലാവരും ഇത്രയും കിടന്ന് നിലവിളിച്ചിട്ട് നീ എന്താ എടുത്തിയാടി പോഞ്ഞത്? we were calling you until now. Why is it that you didn't jump in? അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന വ്യക്തി തന്റെ സർവ്വശക്തി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. And at that point, this man who was drowning was using all of his power. ഞാൻ അന്നേരം കൂടെ ഇറങ്ങി ചെന്നാൽ If I go in during that time, അവന്റെ ശക്തി എന്റെ മേൽ ഉപയോഗിച്ച് എന്നെ കൂടെ വെള്ളത്തിൽ മുക്കിക്കളയും. he will use his strength on me and he would pull me down into the water. അവന്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു കഴിയുമ്പോൾ, But when his strength is faded, അവൻ ബലഹീനനായി കഴിയുമ്പോൾ, when he becomes weak, ഇനിയും എനിക്ക് എന്നെ കൊണ്ട് ഒന്നും ഒക്കത്തില്ല എന്ന് വന്നു കഴിയുമ്പോൾ, when he gets to the point when he understands I cannot do anything any longer, അപ്പോൾ മാത്രമേ എനിക്ക് കടന്നു ചെന്ന് അവനെ പിടിച്ചുകൊണ്ട് വരാൻ ഒക്കത്തുള്ളൂ. only then can I go into the waters and bring him back. ദാനിയേലിനെ എന്തുകൊണ്ട് ദൈവം ആദ്യം രക്ഷിച്ചില്ല? Why did God not help Daniel in the beginning? സിംഹത്തിന്റെ ഗുഹയിൽ ഇടാതെ തന്നെ ദാനിയേൽ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. God has the ability to save Daniel without being cast into the den of lions. അന്നേരം വിടുവിക്കുന്നേക്കാൾ ഏറ്റവും വലുതാണ് സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് രക്ഷിക്കുന്നത്. But a greater miracle is when God intervenes and delivers him from the mouths of the lions. എന്റെ കഴിവുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവൻ സ്വയമേ മനസ്സിലാക്കണം. When he self understands that he is helpless, എന്റെ ഭരണത്തിന്റെ അധികാരം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കണം. that I cannot do anything with the authority that has been granted upon me. ദാര്യാവേശിന്റെ പവർ കൊണ്ട് അവനെ രക്ഷിപ്പാൻ തക്കണം കഴിയത്തില്ലെന്ന് മനസ്സിലാക്കണം. When he understands that the power of King Darius will not help him escape. സൂര്യൻ അസ്തമിക്കുന്നതിന് വരെ ദാര്യാവേശ് ശക്തിയായി ഒന്ന് പരിശ്രമിച്ചു നോക്കി. Until the sun set, King Darius tried with great effort to save him. ഇങ്ങനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇടാൻ പോകുമ്പോൾ, When you are about to be thrown into the lion's den, ദാര്യാവേശ് ഒരു കാര്യം പറഞ്ഞു. King Darius said, ദാനിയേലേ, "Oh Daniel." എനിക്ക് ദാര്യാവേശൻ സംസാരം ദുഃഖത്തോടെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. And when the king was distressed and when he is talking to Daniel and I think about it, I get sad. നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയും. And he said that the God that you continue to serve, he will deliver you. എന്നെ കൊണ്ട് സാധ്യമല്ല. I am not able to do that. എന്റെ ശക്തി ബലഹീനമാണ്. My strength is weak.
എന്റെ അധികാരം ഇത് നിന്നെ രക്ഷിപ്പാൻ ഒക്കുന്നില്ല. My authority is incapable of delivering you. നിയമം അങ്ങനെയാണ്. That's the law. എന്നാൽ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവമുണ്ടല്ലോ, But your God whom you continually serve, ആ ദൈവം നിന്നെ രക്ഷിക്കും. may that God deliver you. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ദൈവവചനം നിങ്ങൾ ശ്രദ്ധിക്കുക. Oh child of God, pay attention to this. നിന്റെ വിഷയത്തിന്റെ നടുവിൽ നീ ദുഃഖിതനാണ്. You are sad in the challenges that you are facing. നിന്റെ പ്രശ്നം പരിഹരിപ്പാൻ ആരെ കൊണ്ട് സാധ്യമല്ല. No one is able to solve the problem that you're facing. വളരെ ദൂര രാജ്യങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സഹോദരാ, The brothers that are listening to me from faraway nations, നിന്നെ രക്ഷിപ്പാൻ തക്കണ സാധ്യമല്ലാത്ത അവസ്ഥ വരുമ്പോൾ, when things or problems comes against you, when no one can help you, നിന്നെ വിടിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. there is a God that's able to help you. നിന്റെ ലാസ്റ്റ് മൂമെന്റിൽ ദൈവം കടന്നു വന്ന് നിന്നെ വിടിപ്പാൻ ശക്തനാണ്. In the last moment, your God will come down to deliver you. ഈ ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസം അത് ഒരു സ്ത്രീയെ തൂക്കുകയറിൽ നിന്ന് വിടുവിച്ച കാര്യം ഞാൻ വായിച്ചപ്പോൾ കരയുണ്ടായി. I cried when I read the article that spoke about this woman who was verdicted to be hung and at the last moment escaped that rope. അവളൊരു വീട്ടിൽ ഒരു അറബിയുടെ മാതാവിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. She was taking care of the mother of an Arab man. വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ടുപോയപ്പോൾ വീൽ ചെയറിൽ താഴെ വീണ് ആ സ്ത്രീ അങ്ങ് മരിച്ചുപോയി. While she was taking this woman on a wheelchair, this mother fell off the wheelchair and she died. ഈ നേഴ്സ് പാവപ്പെട്ട ഒരു കുടുംബത്തിലെ സ്ത്രീയാണ്. This nurse comes from a poor family. മാതാവിന്റെ അമ്മ പറഞ്ഞു സാരമില്ലെന്ന്, അല്ല മാതാവിന്റെ മകൻ പറഞ്ഞു സാരമില്ലെന്ന് പറഞ്ഞു. The mother's son said that it's okay, don't worry about it. അവൻ കേസ് കൊടുത്തു. And the case was filed. അത് അവസാനം അവളെ അതേ കൊല്ലാൻ തക്കൊണ്ട് തീരുമാനിച്ചു. At the end, the verdict came that she would be killed. അവൻ വലിയൊരു എമൗണ്ട് ആണ് ചോദിച്ചത്. And there was a big amount that was asked. അവളിൽ 10 പെനി എടുക്കാൻ തക്കണ്ടോ ഇല്ല. She does not have 10 pennies to give. അവസാനം ആ ഗൾഫ് രാജ്യങ്ങളെല്ലാവരും, അത് ഞാനും അതിൻ്റെ അകത്ത് ഡൊണേഷൻ കൊടുത്തു, അതേ അനേകര് കളക്ട് ചെയ്ത് ആ സ്ത്രീയെ അവസാനമായി ആ തൂക്കയറിൽ നിന്ന് വിടിവിപ്പാനെ കൂടിയായി തീർന്നു. Including me, many of the people gave so much donations to help that woman, and at the end, at the last moment, she escaped that rope. ദാനിയേലിനെ സിംഹത്തിന് കുഴിയിലിടാൻ പോകുമ്പോൾ, When Daniel is about to be cast into that den, എന്റെ പവർ കൊണ്ട് നിന്നെ രക്ഷിപ്പാൻ ഒക്കത്തില്ല. King Darius says, my power is incapable of helping you, നിന്റെ ദൈവം നിന്നെ വിടുവിക്കും. but your God will deliver you. സിംഹത്തിന്റെ കുഴിയിൽ കൊണ്ടിട്ടു. And he was cast into the lion's den. അതേ വലിയൊരു കല്ലും അവിടെ ഉരുട്ടി വെച്ചു. And a big stone was put in front. അവിടെ ഒരു സിംഹമല്ലെന്ന് ഓർക്കണം. No, not one lion. പല സിംഹങ്ങളാണ്. Many lions. എല്ലാ സിംഹങ്ങളുടെ വായ അടയ്ക്കുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമാണ്. Is it a small thing to shut the mouth of every lion in that den? ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. You know about Napoleon Bonaparte. ആ നെപ്പോളിയൻ അതേ റഷ്യയുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയപ്പോൾ, When Napoleon went to battle against Russia, മോസ്കോ പിടിച്ചടക്കാൻ തക്കൊണ്ട് പോയപ്പോൾ, when he went to capture Moscow, അവസാനം ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഭയങ്കര ധീരനായിരുന്നു. നിങ്ങൾക്ക് അദ്ദേഹത്തിന് ചരിത്രം അറിയാം. അദ്ദേഹം മോസ്കോയിൽ ഒരു ഭാഗത്തോടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. Napoleon was a valiant man. When he was in Moscow, he went to a certain area and he became all alone. ഈ റഷ്യൻ സൈന്യങ്ങൾ ഇവനെ പിടിക്കാൻ തക്കൊണ്ട് വിട്ട് ഓടിക്കുകയാണ്. And the Russian army is chasing him to capture him. അവനെ കൈ കിട്ടി അന്നേരം, അത് ചരിത്രമാകട്ടോ, അവനെ കൈ കിട്ടി അന്നേരം അത് തോക്കൊണ്ട് വെടിവെച്ച് കൊല്ലും. And this is an historical fact. If they were able to capture him, they would shoot him immediately. ജീവനോടെ പിടിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. They wanted to capture him alive. ഇവൻ ഓടി ഒരു സ്ട്രീറ്റ് കൂടെ ഒരു ഇടവഴി കൂടെ ഇങ്ങനെ ഓടി പോകുമ്പോൾ ഒരു വ്യാപാരിയുടെ ഒരു ബിസിനസ്സുകാരന്റെ കട കാണുകയുണ്ടായി. And as he was running down this alley, he saw this shop of a businessman. ഇവൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒളിക്കാൻ ഒരു സ്ഥലം തരണമെന്ന് പറഞ്ഞു. And he ran there and he said, I need you to give me a hiding place. ഇഷ്ടംപോലെ ബ്ലാങ്കറ്റ് അവിടെ കിടപ്പുണ്ട്, നീ കയറി ഒളിച്ചോളാൻ പറഞ്ഞു. There was a lot of blankets there and he said, why don't you just hide? ആ കമ്പിളിക്കെട്ടിന്റെ ഇടയിൽ പോയി ഇങ്ങനെ ഈ അതേ ഈ ബോണപ്പാർട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. And he went in the midst of a big pile of blankets and he went there and hid. നെപ്പോളിയൻ ഒളിച്ചിരിക്കുകയാണ്. Napoleon is hiding. റഷ്യൻ സൈന്യങ്ങൾ വന്ന് ഈ കടയിൽ കയറിയിട്ട് ഉള്ള കമ്പിളി എല്ലാം ഇങ്ങനെ കുത്തി നോക്കി. And the Russian army came and they poked into all the blankets they had. അവനെ കണ്ടുപിടിപ്പാൻ They സാധിച്ചില്ല. were unable to find Napoleon. അവസാനം അവരവിടുന്ന് പോയി. And the Russian army left. നിരാശരായി പോയി. They were upset and they left. അപ്പൊ നെപ്പോളിയൻ ഈ കമ്പിളിക്കെട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. And then Napoleon came out of the hiding ഈ place. കടക്കാരനൊരു ചോദ്യം ചോദിച്ചു. Asked the man in the shopkeeper question. ഈ കമ്പിളിക്കെട്ടിയുടെ ഇടയിൽ ഇരിക്കുമ്പോൾ
when I was sitting in this pile of blankets, അവർ ഓരോ കമ്പിളിയിലും കുത്തിയിരുന്നപ്പോൾ when they were poking at every blanket, നിന്റെ മരണത്തെ കുറിച്ചുള്ള ചിന്ത നിനക്ക് എന്തായിരുന്നു? what was the thought of death that was in your mind? ആ സമയം നിന്റെ അവസ്ഥ എന്തായിരുന്നു? What was your state in that moment? അപ്പോഴത്തേക്ക് ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ സൈന്യങ്ങൾ കടന്നു വന്നു. And in that moment, the army of Napoleon came around. അവന്റെ ചോദ്യം നെപ്പോളിയൻ ഇഷ്ടപ്പെട്ടില്ല. Napoleon did not like that question. അവരോട് പറഞ്ഞു ഇവനെ പിടിച്ചെട്ടാൻ പറഞ്ഞു. And he asked his army to bind the shopkeeper. അവർ പിടിച്ചുകെട്ടി. They bound him ഇവനെ കൊല്ലാൻ തക്കണ ഓർഡർ കൊടുത്തു. and gave the command to kill him. അവർ തോക്കിങ്ങനെ നീട്ടിക്കൊണ്ടിരുന്നപ്പോ When they extended their gun towards him, നെപ്പോളിയൻ അവനോട് ചോദ്യം ചോദിച്ചു. Napoleon asked him a ഇപ്പോൾ question. മരണത്തെ കുറിച്ചുള്ള നിന്റെ അനുഭവം എന്താണ്? What is your experience at this moment about death? അവനെ കൊന്നില്ല, Did not kill him. എന്നാൽ നിന്റെ അനുഭവം എന്താണ്? Tell me about your experience. നോക്കണമേ, രണ്ടുപേരുടെയും എക്സ്പീരിയൻസ് ഒന്ന് തന്നെ. Know this, the experience that both of them shared was the same. ഈ രീതി കടന്നുപോയവർക്ക് മാത്രമേ അതേ രീതിയിൽ കടന്നുപോയവരുടെ പ്രയാസങ്ങൾ അറിയാവുള്ളൂ. Only those that goes through the same problems that people go through understands their problems. ഇപ്പൊ ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിൽ വീണിരിക്കുകയാണ്. Daniel is now in the ഈ lion's പോകുന്ന den. സമയത്തൊന്നും ദാനിയേൽ ഭാരപ്പെടുന്നില്ല. When he is traveling there, he is not worried. അവൻ ചെന്ന ഗുഹയിൽ വീണു. He fell into that den. സിംഹത്തിന് വാ തുറക്കാൻ മേല. The lions cannot open their എല്ലാവരുടെ mouth. വായ അടഞ്ഞിരിക്കുകയാണ്. Everyone's mouth is closed. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സിംഹമല്ല, Know this, not one lion. അനേക സിംഹങ്ങൾ ആ ഗുഹയിലുണ്ട്. Many lions in that den. എല്ലാ സിംഹങ്ങളുടെയും വായ ഇപ്പോൾ അടഞ്ഞിരിക്കുന്നു. Every lion's mouth is shut. അതാണ് നമ്മുടെ ദൈവം. That is our ഈ God. ദൈവമാണ് നമ്മുടെ ദൈവം. This God is our God. ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ The ദൈവം. Lord who prepares a table before your ഇന്ന് enemies is our God. പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, This morning, those that are going through problems, നിനക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. there is a God that prepares a table for you. നിന്നെ വിടുവിക്കുന്നതായ ഒരു ദൈവമുണ്ട്. There is a God that will deliver you. ആ രാത്രി ദാരിയാവേശ് ഉറങ്ങിയില്ല. That night, King Darius did not sleep. ആ നേരം വെളുത്തപ്പോൾ Early in the morning, ദാരിയാവേശ് ഗുഹയിലേക്ക് കടന്നിരിക്കുകയാണ്. King Darius goes down to that അവന്റെ den, ആ കൂടെ ആൾക്കാരുമുണ്ട്. and he has other people with him. അവരെല്ലാം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കാണും, And they all may have thought in their mind, ഇവൻ എന്തൊരു മോക്ഷത്വമാണ് കാണിക്കുന്നത്. what a foolish man this king is. സിംഹത്തിന്റെ ഗുഹയിൽ വീണവനെ തിരക്കി പോകുന്ന രാജാവിനെ പോലെ മോക്ഷരാറുണ്ട്. Is there one that is a greater fool than the king who is searching for someone in the lion's den? ആ രാത്രി മുഴുവൻ ദാരിയാവേശ് ഉപവസിക്കുകയായിരുന്നു. All night King Darius was അവൻ fasting. കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു. He was crying out and praying. ദാനിയേലിന്റെ ദൈവം ആരാണെന്ന് അവൻ അറിയാം. He understood who the God of Daniel ദാനിയേൽ was. മരിച്ചിട്ടില്ലെന്ന് അവൻ അറിയാം. He knew that Daniel did not die. എനിക്ക് വലിയ സന്തോഷമുള്ളത് രാജാവിന്റെ വിളിയാണ്. And I really like the call that the king gave. ഗുഹയുടെ വാതിൽക്ക് ചെന്നിട്ട് വിളിക്കുകയാണ്. At the opening of that cave, he calls out. ഇടപെടാതെ ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ദാനിയേലേ, നീ ജീവനോടിരിക്കുന്നു. He's saying, "Oh Daniel, servant of the living God, has your God whom you serve continually been able to deliver you?" ചോദ്യം എങ്ങനെയാണ്? What is the question? ഈ ഇടപെടാതെ സേവിച്ചു വരുന്ന ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ജീവനോടിരിക്കുന്നുവോ? Oh Daniel, servant of the living God, whom you serve continually, are you alive? അവൻ ജീവനോടിരിക്കുന്നുവെന്ന് ദാരിയാവേശന്റെ ഉള്ളം പറയുന്നു. The heart of King Darius says that he is alive. ഇനി അകത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം എന്താണെന്നറിയാമോ? The voice that comes, the response that comes from the inside. തിരുമേനി സുഖമായിരിക്കട്ടെ. Oh King, may you live forever. അർത്ഥവാചകം. Next, ഞാൻ സേവിച്ചു വരുന്ന എന്റെ ദൈവം, the God that I serve, തന്റെ ദൂതനെ അയച്ച് sent his angel, സിംഹത്തിന്റെ വായെ അടച്ചു കളഞ്ഞു. shut the mouths of lions. എന്റെ ദൈവം, My God, തന്റെ ദൂതനെ sent his angel. ഇങ്ങോട്ട് അയച്ചിട്ട് He sent him here സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. and shut the mouths of lions. ആ ദൈവമാണ് നമ്മുടെ ദൈവം. That God is our God. ഇതുപോലെ പരിശോധന കൂടി കടന്നു പോയ പ്രിയപ്പെട്ടവരുണ്ട്. I know there are people sitting here going through this kind of problem. ഇപ്പോഴും പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. There are people sitting here going through these types of നമ്മുടെ problems. ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ കളയല്ലേ. The faith and belief you have in your God, ഞാൻ you should have. സേവിച്ചു വരുന്ന എന്റെ ദൈവം, The God that I serve, തന്റെ
തന്റെ ദൂതനെ അയച്ച് He sent His angel എന്നെ സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിച്ചു. and delivered me from the mouth of lions. നമ്മുടെ ദൈവം ആരാ ദൈവം മക്കളെ? Who is our God? കരങ്ങളെ ഉയർത്തി കർത്താവിനെ Lift സ്തുതിക്കാം. your hands and praise അവൻ God. വിടുവിക്കുന്ന ദൈവമാണ്. He is a God that will deliver you. ഇതുപോലെ കാലം നിന്റെ എന്ത് രോഗമാണെങ്കിലും, No matter what sickness you നിന്റെ have, എന്ത് പ്രശ്നമാണെങ്കിലും, no matter what problems you have, നീ സേവിച്ചു വരുന്ന the God you serve, നിന്റെ ദൈവത്തിന് your God, നിന്റെ വിടുവിപ്പാൻ തക്കൊണ്ട് He can deliver you. എനിക്ക് എന്റെ ഒരു അനുഭവം പറയുന്നുണ്ടായിരുന്നു, പക്ഷെ സമയം ഇല്ലാത്ത നിർത്തുകയാണ്. I want to share one of my experience, but I don't have time. വാതിലടച്ചെന്ന്, അവരുടെ വായ അടച്ചെന്ന്, That they shut the mouth. നമ്മളെല്ലാരും ഡ്രൈവിംഗ് ഒക്കെ നടന്നവരാണല്ലോ. We always drive. അതെ, നമ്മുടെ പിള്ളേരൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പാർക്കിലോട്ട് ഓടി കാണുമ്പോൾ ഞാൻ പേടിച്ചു പോട്ടുന്നു. Many a times when our kids drive through this parking lot, I get scared. മരിച്ചു പോയി ഇപ്പൊ ഉളിയ വാങ്ങിക്കാൻ പോകുന്ന പോലെയാണ് അവർ ഓടുന്നത്. They are driving as if they're about to go get prescription for a life-saving medicine. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. My children, please don't do that. എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞു, പ്രായമുള്ളവരും അങ്ങനെ ചെയ്യുന്നുണ്ട്. Not just the children, even the adults do that. എന്റെ പ്രായമുള്ളവരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. Oh, my parents, don't do that. ചിലരൊക്കെ ഉണ്ടല്ലോ, ഒരു സമയം കിട്ടാഞ്ഞിട്ട് സമയം ഇല്ലെന്ന് പറഞ്ഞ് വണ്ടി ഓടിച്ചു പോകുന്ന പ്രിയപ്പെട്ടിട്ടുണ്ട്. There are many people that drive saying that they don't have time. ചിലരൊക്കെ സിഗ്നൽ ലംഘിച്ചു പോകുന്നവരുണ്ട്. Some people, they don't even follow the signal. ഇത് എങ്ങോട്ട് പോകുക? Where are you going? അപ്പൊ ഞാൻ പറഞ്ഞു താല്പര്യം, The reason I say that, അങ്ങനെ സിഗ്നൽ ലംഘിച്ചു പോകുമ്പോൾ when you cross a red light and you go, വലിയ മിടുക്കനാണ്, you're really smart. PhD എടുത്ത, You've taken a PhD. അതെ, സംസാരിക്കാനൊക്കെ നല്ലോണം അറിയാം. You can articulate really well. അപ്പൊ പോലീസ് വന്ന ലൈറ്റ് ഒക്കെ ഇടുമ്പോണ്ടല്ലോ, And when the police flashes his ഈ lights, ബലവാന്റെ ബലം എവിടെ പോയി? where is the power of this powerful man? ഉടനെ അരികത്തോട്ട് മാറ്റി വണ്ടി നിർത്തുന്നു. Immediately you go to the side of the road. സീറ്റിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. You cannot get out of your seat. അതേ ബെൽറ്റ് എല്ലാം ഉണ്ടോന്ന് അവൻ തന്നെ അന്നേരം ഒന്ന് ചെക്ക് ചെയ്യും. And he will check immediately if he's got his belt on. അന്നേരത്തെ അവന്റെ ഭക്തി, Can you imagine how pious this man is at this moment? അന്നേരം എന്തോ ഒരു വിനയം. And how humble this person എന്നെ ഒരു is. ദിവസം പോലീസ് പിടിച്ചതാണ്. One day police caught me. കാരണം ഇവിടെ നേരെ ഇറങ്ങിയിട്ട് ഞാൻ ലെഫ്റ്റ് എടുത്ത സമയത്ത് പോലീസ് എന്റെ പുറകെ വന്ന് വണ്ടി ഇട്ടു. And I got out of this parking lot and I made a left turn, which I shouldn't do, and the police caught me. ഉടനെ ഞാൻ മാറ്റി നിർത്തി. And I pulled over. മാറ്റി നിർത്തിയപ്പോൾ And when I pulled over, പോലീസ് എന്റെ അരികെ വന്നു. and police came to me, ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, and I said, I'm a pastor, ഈ ചർച്ചിന്റെ പാസ്റ്ററാണ്. and I'm the pastor of this church. പുള്ളി പറയാണ്, And he responded, ഐ നോ, he goes, I know that. ഐ നോ. He goes, I know that. ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. And he said, give me your ഞാൻ license. ലൈസൻസ് എടുത്തു കൊടുത്തു. And I gave him my license. ഒരു വാണിംഗ് തന്നിരിക്കുന്നു. And he says, I'm giving you a warning. അത് കഴിഞ്ഞ് എന്റെ സബ് ഡിവിഷൻ ഇറങ്ങിയപ്പോൾ ഞാൻ പെട്ടെന്ന് അത് റൈറ്റ് എടുത്തു. അത് സബ് ഡിവിഷൻ റൈറ്റ് എടുത്തപ്പോൾ And when I got out of my subdivision and I quickly made a right turn, ഉടനെ പോലീസ് അവിടെ ഉണ്ടായിരുന്നു. ഉടനെ വന്ന് ലൈറ്റ് ഇട്ടു. and there was a police there and he pulled me again. ഇതെല്ലാം അടുത്തടുത്ത് ഇറങ്ങുന്ന സംഭവമാണ്. This happened one after the other. അതൊരു സ്ത്രീ ആയിരുന്നു. And it was a woman. നീ എന്റെ വണ്ടി വരുന്ന കണ്ട ഉടനെ, അത് പോലീസിന്റെ വണ്ടിയുടെ മുന്നിലാണ് ഞാൻ ഓവർടേക്ക് ചെയ്തത്. And I pulled into that car not knowing that it was a police car. ഒരു കറമ്പി സ്ത്രീയാ. And this woman that came, ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്. and I said that I'm a pastor. അപ്പൊ കൊളം പറഞ്ഞു. And she said, go ahead and go leave. ഞാൻ പറഞ്ഞു, ഒരാൾ രോഗിയായിട്ട് കിടക്കാണ്, അത് കാണാൻ ഓടിപ്പോ പ്രാർത്ഥിക്കാൻ പോകാൻ. And I said that there's a sick person, I need to rush there to pray for them. നിങ്ങളാരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. Don't do what I did. അതെ, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, എനിക്കൊരു പാസ്റ്ററുടെ ID കാർഡ് വാങ്ങിക്കണമെന്ന്. And the other day someone told me that I also need a pastor's ID card. എന്റെ ID കാർഡ് ഒക്കെ ഉണ്ട്. I do have a ID card. നിങ്ങളെ അങ്ങനെ പിടിവിക്കണമെന്നൊന്നുമില്ല. Don't do what I did. ദൈവം എന്നോട് കരുണ ചെയ്തങ്ങനെ രക്ഷിക്കുന്ന. God was just gracious to me. എന്റെ വിഷയം എന്താണെന്നറിയാമോ? You know what I'm saying? അധികാരമുള്ളവൻ സിഗ്നൽ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് കയറ്റി അവിടെ നിർത്തും. Even if you have authority, when the police light flashes, you will pull over and you will stop. സിംഹത്തിന്റെ ഗുഹയിൽ ഒരുവൻ വീണാൽ രക്ഷപ്പെടുന്ന എവിടാ? If you fall into the lion's den, where will someone like that escape? ഇവരൊരു ഇരകിട്ടാൻ തക്കണം കാത്തിരിക്കുക. The lion is waiting for the prey. അധികാരമുള്ളവൻ അവിടെ കടന്നു വന്നു. And a man of authority comes there. അധികാരമുള്ളവൻ വായടച്ചു. And the man with authority came down, shut the mouth. ഇത് ആരാണെന്ന് നിനക്ക് അറിയാമോ? Do you know who this is? ഇപ്പം വന്നിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? Do you know who has come down? എന്റെ ദാസനാണ് വന്നിരിക്കുന്നത്. This is my servant. തൊട്ടു പോയരുത്. Do not touch my എല്ലാത്തിന്റെ servant. വായടച്ചു. And that's how the angel shut them out. അധികാരമുള്ളവനാണ് നമ്മളെ നടത്തുന്നത്. It is the one with authority that is leading you. എന്റെ ദൈവം, My God, ഞാൻ സേവിച്ചു വരുന്ന എന്റെ ദൈവം, my God that I continually serve, തന്റെ ദൂതനെ അയച്ച് sent
his angel സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. and shut the mouths of lions. നീ ആരാ ദൈവം ഇതിലേ? Who are you, child of God? ഞാൻ ഒരു സഹോദരി ഇങ്ങനെ വളരെ ദുഃഖത്തോടെ ഇന്ന് പൽക്കാലം ഇരിക്കുന്ന കാണുന്നു. I see this sister sitting very sadly. എന്തിനാണ് ദുഃഖിക്കുന്നത്? Why are you sad? അധികാരമുള്ളവനോട് വന്നിട്ടുണ്ട്. The one with authority is here. നിനക്കെതിരായി പോരാടുന്ന ശത്രുവിന്റെ വായെ അടയ്ക്കാൻ അധികാരമുള്ളവൻ ഇന്ന് The one with authority has come to shut the mouths of your enemy, and he is here today. നമ്മുടെ കാര്യങ്ങൾ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. Lift your hands and praise God. വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായ അടച്ചു. By faith they shut the mouths of lions. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. Can we all stand up? എല്ലാവരും വിശ്വാസത്തോടെ ഒരു പാട്ട് പാടി ദൈവത്തെ We're സ്തുതിക്കാം. all going to sing this song with faith. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. May the grace of God come നമ്മുടെ upon us. വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. May our faith increase. നമുക്ക് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം. Let's worship him in spirit. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless you with these words. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകൾ ഓർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലോ ഭയപ്പെടേണ്ടിയോ. വിചോള നിന്നെ ഓടിയെന്നാലും ഭയപ്പെടേണ്ടിയോ. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിയോ.
വസിക്കും